നമസ്കാരം. ബിബിൻ കരുവേറ്റ സ്പീക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ബാബു എബ്രഹാം എഴുതിയ കമ്പിളിക്കണ്ടത്തെ കൽഭരണികൾ എന്ന പുസ്തകമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ എത്ര പച്ചയായ ജീവിതാനുഭവമാണ് ഇത്. എത്ര പ്രതിസന്ധി വന്നാലും എങ്ങനെ ഒരു മനുഷ്യന് തൻ്റെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാക്കാമെന്ന് തെളിയിച്ചു തരുന്ന ഒരു പുസ്തകമാണ് ഇത്. പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട് 5-ാം വയസ്സിൽ തൻ്റെ അമ്മയുമൊത്ത് ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയ ഒരു മകൻ എങ്ങനെയാണ് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത് എന്ന് ഈ പുസ്തകം വായിച്ചു തീരുമ്പോൾ നമുക്ക് മനസ്സിലാകും. നന്ദിക്കുന്നിൽ മേരി എന്ന ഉരുക്കു വനിതയുടെ കഥ പറയുന്ന പുസ്തകം. തോൽക്കാൻ മനസ്സില്ലാത്ത ഒരു അമ്മയുടെ പോരാട്ടങ്ങളുടെ കഥയാണ് കൽഭരണികളിലെ കഥ. വിരുന്നു മേശകൾക്ക് മുന്നിൽ ആകുലതയും അപമാനവും പേറി അവൻ നിന്നപ്പോൾ തൻ്റെ മകന് അത്ഭുതം പ്രവർത്തിക്കാനാകുമെന്ന തികഞ്ഞ ബോധ്യമുണ്ടായിരുന്നത് അമ്മയ്ക്കായിരുന്നു. അതെ, ഒരമ്മയുടെ പോരാട്ടത്തിൻ്റെ കഥ. കമ്പിളിക്കണ്ടത്തെ കൽഭരണികൾ. മനുഷ്യന് ഈ കാലഘട്ടത്തിൽ കൊടുക്കാവുന്ന ഏറ്റവും വിലയേറിയ സമ്മാനമാണ് ഈ പുസ്തകം. കാരണം എങ്ങനെയാണ് ഒരു ജീവിതത്തിലേക്ക് നാം തിരിച്ചു വരേണ്ടത് എന്ന് ഈ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. നാം സ്നേഹിച്ചവരൊക്കെ ചിലപ്പോൾ നമ്മളെ മുറിവേൽപ്പിച്ചു എന്ന് വരും. പട്ടിണികൾ നാം അനുഭവിച്ചു എന്ന് വരും. ചിലപ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവരെല്ലാവരും നമ്മളെ കളിയാക്കിയെന്നും പരിഹസിച്ചു എന്ന് വരും. ഇതിലൊന്നും വീണു പോകാതെ ഈ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ, നമുക്ക് മുന്നേറുവാൻ ഈ കമ്പിളിക്കണ്ടത്തെ കൽഭരണികൾ നമ്മളെ സഹായിക്കും. വായനകൾ മരിക്കാത്ത ഈ ലോകത്ത് നിങ്ങളുടെ വായിക്കുന്ന സുഹൃത്തുക്കൾക്കായി ഈ പുസ്തകം സമ്മാനിക്കുക. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ബിബിൻ കരുവേറ്റ.